നമ്മള് പല പുതിയ വിങ്ങുകൾ, പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിയല്ലോ. നമുക്ക് അങ്ങനെ ഒരു ബ്രാഞ്ച്, ഒരു ബാൻഡ് തുടങ്ങിയാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും വിജയമറാന്റെ നേതാവായിക്കോളൂ. അപ്പൊ പ്രജൻസി കണ്ണന്റെ ആരാധികമാരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന പ്രേക്ഷകരും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി പാട്ടിലേക്ക് ഇനി പോയാലോ? നമുക്ക് കോവളത്ത് ഷഫീദ് റാവുത്തർ കാത്തു നിൽക്കുന്നു. ഇന്ത്യൻ ചരിത്രത്തിൽ കോവളത്തിന്റെ പ്രാധാന്യം എന്താണ്? കോവളം അത് ചരിത്ര പ്രാധാന്യം അല്ലേ ഉള്ളൂ. അറിയാമെങ്കിൽ പറ, അല്ലെങ്കിൽ ചുമ്മാ കിടന്ന് മെഴുകാതെ. നമ്മുടെ വെള്ളാപ്പള്ളി കൊണ്ട് ടി വി പറഞ്ഞ പോലെ കിടന്ന് മെഴുകാതെ അല്ലെ വെള്ളാപ്പള്ളി പറഞ്ഞു. അത് അങ്ങനല്ല, അതിന്റെ മുന്നിലൊക്കെ കുറച്ചുണ്ട്, അതുകൊണ്ട് അത് പോട്ടെ, അത് നമുക്ക് അല്ലെ ഇങ്ങനെ കിടന്ന് അല്ലേ. അപ്പൊ ഷഫീദ് റാവുത്തറോട് എന്തോ ചോദിക്കാൻ തയ്യാറല്ലേ? ഒരു ചാനലിന്റെ മൈക്ക് പിടിച്ച് തള്ളുന്നുണ്ട്. വെള്ളാപ്പള്ളിയോട് കളിച്ചാൽ ഏതറ്റം വരെയും പോകുന്നത് അദ്ദേഹം തെളിയിച്ചു. റെഡി. അപ്പൊ നമുക്ക് ഉദയസമുദ്രയിലേക്ക് പോവാം. കോവളം ഉദയസമുദ്രം. കോവളം ഒരു ലോകത്തേറ്റവും വിഖ്യാതമായ ഇന്റർനാഷണൽ ബീച്ചുകളിൽ ഒന്നാണ് കോവളം. നമുക്കറിയാം, ലോകത്ത് കേരളത്തെ അറിയാത്തവരും കോവളം ബീച്ചിനെ കുറിച്ച് അറിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത്. അപ്പോൾ നമ്മുടെ ഉദയസമുദ്രയിലേക്ക്, ഹോട്ടൽ ഉദയസമുദ്രയിൽ ഇപ്പോൾ നമ്മുടെ പുതുവത്സരാഘോഷം ആരംഭിച്ചു. 2026 ഇരു കൈകളും നീട്ടി വരവേൽക്കാൻ കോവളം ഉദയസമുദ്രയിൽ അടിച്ചു പൊളിക്കുകയാണ്. പുതുവത്സരം സ്വാഗതമാകാൻ പോകുന്നു. അവിടെ ആരാണ്? ഈ റാവുത്തർ അവിടെ എത്തിയോ? ഷഫീദ് റാവുത്തർ മകനെ വിളി കേൾക്കൂ. ഉദയസമുദ്രയിൽ നിന്ന് ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. പറയൂ ഷഫീദ്. അതാണ് ഈ തൊണ്ടക്കൊള്ളയെ കുറിച്ചൊക്കെ പറഞ്ഞ ആളാണോ? അവനൊരു 2 വാക്ക് പറയാൻ സമയം കൊടുക്കുക. വൈബിനനുസരിച്ച് പിടിക്കുകയാണ്. നിങ്ങൾ ഇവിടെ കളർഫുൾ ആണെന്ന് അറിയാം, ഞാനും ഇവിടെ കളർഫുൾ ആണ്. അല്പസമയത്തുള്ള ആഘോഷം ഗംഭീരമാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഉദയസമുദ്രയ്ക്ക് തൊട്ടടുത്തുള്ള കോവളം ബീച്ചിലാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ആവേശം, ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളുടെ ആവേശം അല്പസമയത്തിനുള്ളിൽ അതിന്റെ പരകോടിയിലെത്തും. ഇപ്പോൾ നമുക്കൊപ്പം ഒരു കുടുംബം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. അവർക്ക് ഈ പലതരത്തിലുള്ള കൗതുക കാഴ്ച. അതിനപ്പുറത്തേക്ക് എസ്കൻ ഇത്തവണ ന്യൂ ഇയറിന് കോവളത്തൊരുക്കുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. അത് ഈ കടലിന് തൊട്ടപ്പുറത്തേക്ക് ഈ ഭയങ്കര വർണ്ണാഭമായിട്ടുള്ള ദീപാലങ്കാരമൊക്കെ ഒരുക്കി അവിടെ ഒരു ചെറിയ പരിപാടി, അത് നമുക്ക് 12 മണിക്ക് കാണിക്കാം. അതൊരു സസ്പെൻസ് എന്നുള്ളതാണ് ഇതിന്റെ അധികാരികൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഏതായാലും അത് അല്പസമയത്തുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോവളത്ത് ഈ പലതരത്തിലുള്ള പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടേക്ക് വലിയ ആഘോഷങ്ങളുടെ ഒരു കാര്യമായി മാറും. പ്രത്യേകിച്ച് ബാൻഡ് ഷോകൾ ഉണ്ടാകും, മാത്രമല്ല DJ പാർട്ടികൾ ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള കളറുള്ള പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഈ കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റൊരു കുടുംബത്തെ കൂടി ഇവിടെ പരിചയപ്പെടാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോഴിക്കോട് നിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയ ഒരു കുടുംബം. നിങ്ങൾ എവിടെ നിന്ന് എത്തിയേ? എന്താ ഈ കോഴിക്കോട് നിന്ന് കോവളത്തേക്ക് വരാനുള്ള കാരണം? നല്ലതെന്ന് തോന്നി. എന്താ വിശേഷം? എന്താ നല്ല വിശേഷമായിരിക്കുന്നു. കോവളം ഇഷ്ടപ്പെട്ടോ? നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്. അതായത് കോഴിക്കോട് നിന്ന് കോവളത്തേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്ന ആളുകളുണ്ട്. അങ്ങനെ മുഴുവൻ ആളുകൾ, അത് വിദേശത്ത് നിന്നടക്കം ആളുകൾ കോവളത്തേക്ക് എത്തുന്നുണ്ട്. സ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.